അയോർട്ടിക് വാൽവ് സ്റ്റെനോസിസ് ഹൃദയ വാൽവിൽ അഫക്റ്റ് ചെയ്യുന്ന അസുഖത്തിലെ ഒരു പ്രധാന അസുഖമാണ്. പ്രധാന പമ്പിംഗ് ചേമ്പറായ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും രക്തം അയോർട്ടയിലേക്ക് പമ്പ് ചെയ്ത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിനും അയോർട്ടയ്ക്കും ഇടയിൽ ഇരിക്കുന്ന വാൽവാണ് അയോർട്ടിക് വാൽവ്. ഈ അയോർട്ടിക് വാൽവ് ചുരുങ്ങി, അതിൻ്റെ വ്യാസം ചുരുങ്ങി, അതിലൂടെയുള്ള പ്രവാഹം ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും അയോർട്ടയിലേക്കുള്ള രക്തപ്രവാഹത്തിന് തടസ്സം അനുഭവപ്പെടുമ്പോഴാണ് അയോർട്ടിക് സ്റ്റെനോസിസ് എന്ന രോഗം ഉണ്ടാകുന്നത്. അയോർട്ടിക് സ്റ്റെനോസിസ് ഉള്ള രോഗികൾ അതിൻ്റെ കാഠിന്യം കൂടുമ്പോൾ ശ്വാസം മുട്ടൽ, നെഞ്ചുവേദന, ഇടയ്ക്കിടയ്ക്ക് ബോധക്കേട് അനുഭവപ്പെടുക എന്നീ പ്രധാന 3 രോഗലക്ഷണങ്ങളാണ് അനുഭവപ്പെടുന്നത്. ഈ രോഗത്തിന് എന്താണ് ചികിത്സ? അയോർട്ടിക് വാൽവ് മാറ്റിവെക്കുക എന്ന ചികിത്സയാണ് അയോർട്ടിക് സ്റ്റെനോസിസ് സിവിയർ അഥവാ കാഠിന്യമുള്ളതായിട്ട് ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുക. അയോർട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റ് പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരുന്നത് ഓപ്പൺ ഹാർട്ട് സർജറി വഴി ഹൃദയം തുറന്ന് വേറൊരു വാൽവ് വെച്ച് അയോർട്ടിക് വാൽവിൻ്റെ സ്ഥലത്ത് വെച്ച് പിടിപ്പിക്കുക, പ്രോസ്തറ്റിക് വാൽവ്. അതാണ് സർജിക്കൽ അയോർട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റ്. എന്നാൽ ഈ അടുത്ത കാലത്തായി ഇതിന് പകരം അയോർട്ടിക് വാൽവ് മാറ്റിവെക്കുന്നത് സർജറി ഇല്ലാതെ കാത്തറ്റർ ഉപയോഗിച്ച് നോൺ സർജിക്കൽ, അതായത് മിനിമലി ഇൻവേസീവായിട്ട് വാൽവ് മാറ്റിവെക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായം രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിനാണ് ട്രാൻസ് അയോർട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റ് അഥവാ ട്രാൻസ് അയോർട്ടിക് വാൽവ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഈ ട്രീറ്റ്മെൻറ്റ് വളരെ കുറച്ച് നാളുകളായി മറ്റ് വികസിത രാജ്യങ്ങളിലെല്ലാം ധാരാളമായി ചെയ്തുകൊണ്ടിരുന്നു. ഇന്ത്യയിലും ഈ ചികിത്സാ സമ്പ്രദായം വന്നു കഴിഞ്ഞു. നമ്മുടെ അനന്തപുരി ആശുപത്രിയിൽ 2 പേഷ്യൻസിന് ട്രാൻസ് അയോർട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റ്, ശസ്ത്രക്രിയയില്ലാതെ അയോർട്ടിക് സ്റ്റെനോസിസ് മൂലം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്ന 2 രോഗികളെ വളരെ ഫലപ്രദമായി ചികിത്സിക്കുകയുണ്ടായി. എന്താണ് ഈ ചികിത്സയുടെ പ്രത്യേകതകൾ? സർജിക്കൽ അയോർട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ട്രാൻസ് അയോർട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റ് കഴിയുന്ന പേഷ്യൻസിന് വളരെ വേഗത്തിൽ തന്നെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുകയും പഴയ ജീവിത രീതിയിലേക്ക് തിരിച്ചു വരാനും സാധിക്കും. ഇത് ഈ അടുത്ത കാലത്ത് 2 പേഷ്യൻസിനെ ചെയ്തു എന്ന് പറയുന്നത്, ആദ്യത്തെ പേഷ്യൻറ്റിന് ഈ വർഷം മാർച്ചിലാണ് ചെയ്തത്. 78 വയസ്സുള്ളൊരു വ്യക്തിയായിരുന്നു. സിവിയർ അയോർട്ടിക് സ്റ്റെനോസിസ് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം ആ വ്യക്തിക്ക് സർജറി വേണ്ട എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ട്രാൻസ് അയോർട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ സാധിച്ചത്. വളരെ സക്സസ്ഫുള്ളായി ചെയ്യാൻ സാധിച്ചു. ആ രോഗി ഇപ്പോൾ വളരെ അസുഖങ്ങളെല്ലാം മാറി വളരെ നോർമലായിട്ടുള്ള ജീവിതം നയിക്കുന്നു. രണ്ടാമത്തെ പേഷ്യൻ്റ് 71 ഇയേഴ്സുള്ള മറ്റൊരു വ്യക്തിയാണ്. ഈ കഴിഞ്ഞ മാസമാണ് അദ്ദേഹത്തിന് ട്രാൻസ് അയോർട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റ് അനന്തപുരിയിലെ കാർഡിയോളജി സെൻറ്ററിൽ ചെയ്തത്. അതും വളരെ ഫലപ്രദമായി. 3-ാമത്തെ ദിവസം രോഗിയെ വീട്ടിൽ വിടാൻ സാധിച്ചു. രോഗിക്ക് നടന്ന് വീട്ടിലേക്ക് പോകാം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭക്ഷണക്രമത്തിലാണെങ്കിലും മറ്റുള്ള ദൈനംദിന ജീവിത രീതിയിലാണെങ്കിലും വ്യായാമ കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ വളരെ വേഗത്തിൽ തിരിച്ചു പഴയ രീതിയിലേക്ക് വരാൻ സാധിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ട്രാൻസ് അയോർട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റ് അയോർട്ടിക് സ്റ്റെനോസിന് ഏറ്റവും ഫലപ്രദമായ ഒരു ചികിത്സാ സമ്പ്രദായമാണ്. സർജിക്കൽ റീപ്ലേസ്മെൻറ്റുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അതിന് ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്നാൽ ഏത് രോഗിക്കാണ് ട്രാൻസ് അയോർട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് ഡോക്ടേഴ്സ് വളരെ കൂലങ്കഷമായിട്ട്, ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ കാർഡിയോളജിസ്റ്റ്, കാർഡിയക് സർജൻ, കാർഡിയക് അനസ്തെറ്റിസ്റ്റ്, ഇവരെല്ലാവരും കൂടി ആലോചിച്ചിട്ട് വേണം ഒരു രോഗിക്ക് തീരുമാനമെടുക്കാനായിട്ട്. ഈ ചികിത്സാ സമ്പ്രദായം ഇന്ന് അനന്തപുരി ആശുപത്രിയിലെ കാർഡിയോവാസ്കുലർ സെൻറ്ററിൽ ലഭ്യമാണ്.